ശ്രുതിയാണത്രേ ശ്രുതി. സംസാരം മൊത്തം അപശ്രുതി. ഉണ്ട കണ്ണുകളും മുറം പോലത്തെ ചെവിയും കുറുക്കന്റെ നോട്ടവാ. അവൾക്ക് ബോസിനോട് ബഹുമാനം അത്രേ. അത് കണ്ട് ഞാൻ പഠിക്കണമെന്ന് ശരിയാക്കി കൊടുക്കാൻ ഞാൻ. എന്താ നിർത്തിക്കളഞ്ഞേ? നീ നീ ഇപ്പൊ വന്നു ഇവിടേക്ക്? ചേച്ചി സ്പൂണ് കൊണ്ട് ഉപ്പുമാവിനെ നാക്കുകൊണ്ട് എന്നെയും പൊരിച്ചോണ്ട് നിന്നില്ലേ, അപ്പഴാ ഞാൻ വന്നത്. നീ എന്റെ ആരാ ചേച്ചിന്ന് വിളിക്കാൻ? എന്നെ അങ്ങനെ വിളിക്കരുത്. ഇങ്ങനെ സൗഹൃദം കൂടാൻ വരുന്നവരെ ആരെയും എനിക്കിഷ്ടമല്ല. എനിക്ക് ചേച്ചിയെ വലിയ ഇഷ്ടാ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സ്വന്തക്കാരെ പോലെയാ ഞാൻ സ്നേഹിക്കുന്നത്. രാവിലെ ഇത് കണ്ടല്ലോ കൊഞ്ചിക്കൊഴയുന്നത്. ഇപ്പൊ ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? ബോസ് ഇന്നു മുതൽ എല്ലാ കാര്യങ്ങളും ചേച്ചിയുമായി ഷെയർ ചെയ്യാൻ പറഞ്ഞു, ഉപ്പുമാവ് അടക്കം. ഞാൻ സമ്മതിക്കില്ല. നോക്കേച്ചി, എന്തിനാ ഇങ്ങനെ കുറുമ്പ് കാട്ടണേ? ചേച്ചിക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും 4-5 ദിവസം എന്നെ സഹിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ് തിരിച്ചു പോവല്ലോ. ചേച്ചി പോകും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അനു, ശ്രുതി പുതിയ ആളായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കണം. താൻ വേണ്ടതുപോലെ എല്ലാം പറഞ്ഞു കൊടുക്കാതെ പോയാൽ ശ്രുതി ആകെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ ഞാൻ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. എൻ്റെ ടൈമും വേസ്റ്റ് ആവും. ഓക്കെ? ഓക്കെ സർ. ബോസ് MCH ലെറ്റർ ഡിക്റ്റേറ്റ് ചെയ്ത് തരും, എഴുതിക്കോ. 2 കോഫി പറഞ്ഞേക്ക്. ഈ പോക്ക് പോയി ഇനി എന്റെ പോസ്റ്റ് കൂടെ തട്ടിയെടുത്ത് കളയോ? എന്ത് സെക്രട്ടറി പോസ്റ്റ് കളഞ്ഞിട്ട് ഡ്രൈവർ പോസ്റ്റോ? ഓക്കെ സർ. ശ്രുതി, take this letter down. Yes sir. To the municipal chairman of Cochin. Dear sir, this is regarding the notice sent by you dated 12/2/2007. GK Constructions already submitted to you. What is this? ബോസ്. ബോസ്, കഷ്ടപ്പെട്ട അദ്ദേഹം തൊണ്ട കീറി ലെറ്റർ ഡിക്റ്റേറ്റ് ചെയ്ത് തരുമ്പോ നീ ഇവിടെ ഡ്രോയിങ് ചെയ്ത് കളിക്കുന്നു. നിന്റെ ഇഷ്ടത്തിന് ടൈം വേസ്റ്റ് ചെയ്യാന്നാണോ കരുതിയത്? എന്താ എഴുതാത്തെ? ബോസ് ഇങ്ങനെ ഫ്ലോയിൽ പറഞ്ഞ എഴുതാൻ വലിയ പ്രയാസോ? അതുകൊണ്ട് തലയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ല, ഈ വോയിസ് റെക്കോർഡറിൽ സ്റ്റോർ ചെയ്തു. ഡിക്റ്റേറ്റ് ചെയ്തതെല്ലാം അതുപോലെ ഇതിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇനി ഇത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താൽ ആസ് ഇറ്റ് ഈസ് പ്രിന്റ് ഔട്ട് എടുക്കാം. ചേച്ചി, ബോസ് എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഏയ് ശ്രുതി, നിന്റെ കയ്യിൽ അനുവിനറിയാത്ത 1000കണക്കിന് ടെക്നിക്സ് ഉണ്ട്. അതാ അതിന്റെ അർത്ഥം. എന്താ ചേച്ചി, കൊല്ലാൻ വന്നതാ? അല്ലല്ല, നീ എന്തിനിങ്ങനെ കൂർക്കം വലിക്കുന്നേ? ചേച്ചിക്ക് എന്താ ഇത്ര ടെൻഷൻ? ഞാൻ ഇവിടെ വന്നതും ബോസിനോട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടപഴകുന്നതൊന്നും തീരെ സഹിക്കുന്നില്ലല്ലേ? എന്താ സംഗതി? ലവ്വാ? ചേച്ചി, ലവ്വാണെങ്കിൽ എന്നോട് പറഞ്ഞോ, അതാ നല്ലത്. ഇല്ലെങ്കിൽ ഞാനും ചിലപ്പോ ഒന്ന് ട്രൈ ചെയ്തെന്ന് വരും. ശ്രുതി മൈൻഡ് ഇറ്റ്, ഞാൻ നിന്റെ സീനിയറാ. പക്ഷെ ബോസിന് ചേച്ചിയെക്കാളും ഞാനാ വെരി നിയർ. വാട്ട്? സി മൈ ഡിയർ, ബോസിനെ ലവ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത്രയ്ക്ക് സുന്ദരനായ ഒരാളെ ലവ് ചെയ്തില്ലെങ്കിൽ തെറ്റ്. കിടന്നുറങ്ങ്. നിങ്ങൾ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞാൽ എങ്ങനെ? When I can finish it? ചേച്ചി, ഇവിടെ നിന്നും ഇങ്ങനെ വർക്ക് ചെയ്യണോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ്. അല്ല, ഏത് സമയത്തും ഇങ്ങനെ ലാപ്ടോപ്പിൽ നോക്കിയിരുന്ന ബോസിനെ ലവ് ചെയ്യുന്ന എപ്പോഴാ? ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യാൻ വരല്ലേ? ചെല്ല്. Come on girls. പിടിച്ചേ, ബോസ് പോണു. സാറെന്തോ ഡിക്റ്റേറ്റ് ചെയ്യാൻ. Get it. അനു, ജീവിതത്തിൽ ഒരിക്കൽ പിന്നിലായി പോയാ പിന്നെ എപ്പോഴും പിന്നിൽ തന്നെ കിടക്കേണ്ടി വരും. കമോൺ. എവിടെ പോയതായിരിക്കും? ചേച്ചി, ആരെയായി നോക്കുന്നേ? ബോസ് ഇതുവരെ വന്നില്ലേ? ഓഹോ, ഇത് എന്നെ കുറിച്ചുള്ള ടെൻഷൻ അല്ലാതെ ബോസിനെ കാണാനൊന്നുമല്ല. ചേച്ചി എന്നാലും ഇത്ര നാളും ബോസിന്റെ കാറിലിരുന്ന് എത്ര മാത്രം എൻജോയ് ചെയ്തെന്ന് ആലോചിക്കുക. അതിന് നീ എന്താ ഇത്രമാത്രം എൻജോയ് ചെയ്തേ? എന്ത് പറയാനാ ചേച്ചി? എന്നാലും ചേച്ചിയോട് എങ്ങനെ ഇത് പറയാതിരിക്കുക? കാറിന്റെ സ്പീഡ് 90, എന്റെ ബോഡി ടെമ്പറേച്ചർ 95. കാറിന്റെ സ്പീഡ് 100, എന്റെ ബോഡി ടെമ്പറേച്ചർ 105. കാറിന്റെ സ്പീഡ് 120, എന്റെ ബോഡി
തെർമോമീറ്റർ പൊട്ടിപ്പോകും ഇനി. ഓരോ ടേണിങ്ങിലും ഓരോ ടൈപ്പ് ടച്ച്. റോഡിലൊക്കെ സ്പീഡ് ബ്രേക്കർ ഉണ്ടെങ്കിലും ബോസിന്റെ സ്പീഡിന് യാതൊരു ബ്രേക്കും ഇല്ല ചേച്ചി. ശ്രുതി, ആ സർ. കം ടു മൈ റൂം റൈറ്റ് അവേ. യെസ് സർ. കണ്ടില്ലേ, യാത്ര മതിയായില്ലെന്ന് തോന്നുന്നു. അതാ വീണ്ടും വിളിക്കുന്നത്. ചേച്ചിയുടെ ടെൻഷൻ എക്സ്റ്റൻഷൻ ആയില്ലേ? യെസ് സർ. യെസ്, ഈ ഫയൽ വേഗം ഡെസ്പാച്ച് സെക്ഷനിലേക്ക് അയക്ക്. സോറി സർ. ആ? സാരമില്ല. One minute. ബെൽറ്റ്. ശ്രുതി, എന്തു പറ്റി? ഒന്നുമില്ല. ശ്രുതി, എന്തു പറ്റി ശ്രുതി? ഞാൻ തന്റെ മോളെ ചോദിക്കാൻ വന്നത്. സാർ, പേടിക്കാതെടോ. 10-20 കൊല്ലമായി താൻ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ. എന്നെ കുറിച്ച് തനിക്കറിയില്ലേ? എനിക്ക് MBA കാരിയായ തന്റെ മോളെയാ വേണ്ടത്. വലിയൊരു പോസ്റ്റ് ഞാൻ ജോലി കൊടുക്കാം. എന്താ? നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി ഇല്ലല്ലോ സാർ. GKയുടെ ഓഫീസിലുണ്ടല്ലോ. തന്റെ മോൾ അവിടെ ജോലി ചെയ്തുകൊണ്ട് GKയുടെ ബിസിനസ് സീക്രട്സ് നമുക്ക് ചോർത്തി തരണം. സാർ, ഞാൻ താങ്കളോട് എത്ര വിശ്വസ്തത കാണിക്കുന്നു, എൻ്റെ മോള് ജോലി ചെയ്യുന്നിടത്തും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വിശ്വാസവഞ്ചന ഞങ്ങൾ ചെയ്യില്ല സാർ. രാമകൃഷ്ണ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യില്ലല്ലേ? സാറിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും തരാം സാർ. പക്ഷേ വേറൊരാളെ ചതിക്കാൻ മാത്രം പറയരുത്. ശരി, ആദർശം കളയണ്ട. നിങ്ങളാണോ രാമകൃഷ്ണൻ? അതെ സാർ. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? SRK കമ്പനിയിൽ നിന്ന് നിങ്ങൾ 10 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയതായി കംപ്ലൈന്റ് ചെയ്തു. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ അച്ഛന്റെ പേര് കൊടുത്ത കള്ളക്കേസ് പിൻവലിക്കണം. GK തോൽപ്പിക്കാൻ ദൈവം എനിക്ക് കൊണ്ടുതന്ന ഒരേ ഒരു ചാൻസാ നീ. ആ GKയുടെ അടുത്തുനിന്ന് എയർപോർട്ട് ടെൻഡർ ഫയൽ എടുത്ത് എന്റെ കൈ കൊണ്ടു തന്നാൽ നിന്റെ അച്ഛനെ ഞാൻ പുറത്തു കൊണ്ടുവരാം. ഇല്ലെങ്കിൽ അയാൾ ചത്തുന്ന് വിചാരിച്ചു. ടെൻഡർ ഫയൽ കിട്ടിയോ? എന്നാ വേഗം കൊണ്ടുവാ. ചേട്ടാ. ഓ, ചേട്ടൻ ഇവിടെ ഇല്ലേ? അല്ല, ചേട്ടനില്ല. തനിക്കെന്താ ഇവിടെ? ആഫ്റ്റർ ഓൾ ഒരു ഡ്രൈവർ ആയ താൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നോ? മര്യാദയ്ക്ക് നിന്നോണം. ശ്രുതി, എന്താ പറഞ്ഞത്? സുനിൽ വെറും ഡ്രൈവറല്ല, ബോസിന് ബ്രദറിനെ പോലെയാ. നീ ഇങ്ങനെ സംസാരിക്കരുത്. നിങ്ങളൊക്കെ കൂടിയാ ഇവൻ ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അങ്ങ് പോവും. അത് കഴിഞ്ഞ ഓരോരുത്തരെയും നിലയ്ക്ക് നിർത്തേണ്ടത് ഞാനല്ലേ? അതുകൊണ്ടാ പറഞ്ഞത്. സാരമില്ല സുനിൽ, ഏതോ ടെൻഷനിൽ അവളങ്ങനെ പറഞ്ഞതായിരിക്കും. ഇല്ല, എനിക്കൊരു ഫീലിംഗും ഇല്ല. ഇതിനെല്ലാം കാരണക്കാരി നിങ്ങളല്ലേ. നിങ്ങൾ പോവാന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവള് വന്നത്.
ചേട്ടന്റെ കൂടെ വേണ്ടത് നിങ്ങളെ പോലുള്ളവരാ, അല്ലാതെ ഇവളെ പോലുള്ളവരല്ല. നിങ്ങൾ രാജിക്കത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെയല്ല.